ഈ ഒരു ചർച്ച നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു വിവാദങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ഒരു കാലഘട്ടമാണെങ്കിലും ഈ ഒരു ഭാരവാഹിത്വത്തിലൊക്കെ ഇരിക്കുന്ന കാലഘട്ടമാണെങ്കിലും നൽകിയ തിരിച്ചറിവുകൾ ആ നിലക്ക് പിന്നെ ഈ ഒരു വിഷയത്തിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ അതുപോലെ തന്നെ പടച്ചവൻ്റെ ഒരു സഹായം വല്ലാതെ അനുഭവപ്പെട്ട നിമിഷങ്ങൾ അതൊക്കെ ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു അഭിമുഖം അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് ഞാൻ പറയുമ്പോൾ എനിക്ക് ഷമീൽ കുറച്ച് സമയം തന്നാൽ പോരാ. പക്ഷേ നമ്മൾ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി എത്രയായി, അതുകൊണ്ട് ഞാൻ കടക്കണില്ല. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഭാവിയിൽ നമുക്ക് പറയാം. അതായത് ഒരുപാട് തിരിച്ചറിവുകൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിലേറെ നമുക്ക് ചെയ്യാനുണ്ട്, നടന്നതിലേറെ ദൂരം നമുക്ക് നടക്കാനുണ്ട്. കാരണം ഇത് ആളുകൾക്ക് മനസ്സിലാവും, ഇൻഷാ അല്ലാഹ് മനസ്സിലാവും. ആരൊക്കെ വിമർശിക്കുന്ന അവർക്കൊക്കെ മനസ്സിലാവും. ഒരു മുൻധാരണ മാറ്റി വെച്ച ആളുകൾ സ്വീകരിക്കും. ആ ദിവസം നമ്മൾ കാണുന്നുണ്ട്. ഇടി പൊട്ടി മഴ പെയ്ത് ആകാശം തെളിയുന്നത് പോലെ ആകാശം തെളിയും ഇൻഷാ അല്ലാഹ്. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ, ശുഭപ്രതീക്ഷയോട് കൂടി തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇതിന് കാരണം എന്താ വെച്ചാൽ പടച്ചവൻ്റെ സഹായം ഈ വിഷയത്തിൽ ചില്ലറെന്നല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഞാൻ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൻ്റെ ഭാവി തലമുറയെ സംരക്ഷിക്കാൻ വേണ്ടി ശരിക്ക് അള്ളാൻ്റെ ഒരു തീരുമാനം, അതിന് നമ്മൾ വിധേയമായി എന്ന് മാത്രം. ഇത് നമുക്ക് എനിക്കിത്രയേ ഉള്ളൂ. ഇത് മരിച്ചു പോകുമ്പോൾ നമുക്ക് പരലോകത്തേക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരു അമലായിട്ട് ഇത് ബാക്കിയാണ്. അതിനെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും.